നമസ്കാരം. 10 വർഷം കണ്ടത് NDA സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ട്രെയിലർ മാത്രമാണ് എന്നും ഇനിയാണ് യഥാർത്ഥ വികസന കുതിപ്പ് വരാൻ പോകുന്നതെന്നും തൃശൂർ കുന്നംകുളത്ത് നടന്ന NDAയുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരത്തിലുള്ള പഞ്ച് ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു മോദിയുടെ കുന്നംകുളത്തെ പൊതുസമ്മേളനം. എന്തായാലും പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് കേരളം എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം കേരളത്തിന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള നിരീക്ഷണങ്ങൾ കൂടി മോദിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അത് ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കുമെന്നും NDA സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതിനുള്ള സർവേ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും എക്സ്പ്രസ് ഹൈവേ ഉൾപ്പെടെ നടപ്പിലാക്കുമെന്നും മോദി ജനങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ റോഡ് വികസനം വേഗത്തിലാക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാത്ത വലിയൊരു വിഭാഗം ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നും NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി ഭവന പദ്ധതിയിലൂടെ വീടുകൾ അവർക്ക് വെച്ച് നൽകും എന്നുകൂടി മോദി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ജൽജീവൻ മിഷൻ പദ്ധതിക്ക് കേരളത്തിൽ വേഗതയില്ല എന്ന കാര്യം കൂടി മോദി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. NDA അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വെള്ളം എത്തുമെന്നും NDA രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ CPM-ഉം കോൺഗ്രസും ചേർന്ന് കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോകുകയാണ് എന്നും മോദി പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും മോദിയുടെ വരവിൽ നിന്നും ലക്ഷ്യം വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഈ പഞ്ച് ഡയലോഗുകളിൽ നിന്നൊക്കെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. കേരളത്തിൽ നിന്നും സീറ്റ് ഉറപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വം അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.